ഇന്നത്തെ കഥാനായകൻ ഇവനാണ്. കോളേജ് കഴിഞ്ഞ് ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് അമ്മച്ചീൻ്റെ കോൾ. ഒരു പൂച്ചേനെയും കൂടെ കളക്ട് ചെയ്യാനുണ്ട്, നീ അവിടെ വെയിറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ വെയിറ്റ് ചെയ്യാതെ നമ്മളെ അമ്മച്ചിക്ക് വേണ്ടിയിട്ടല്ലേ. സ്വീഡിഷ് കേൾക്കുമ്പോൾ ഞാൻ കിളിപോയി നിൽക്കാറാണ് കേട്ടോ. നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന പൂച്ച ഒരു സ്വീഡിഷ് കപ്പിളിൻ്റെതാണ് കേട്ടോ. അവർക്ക് 3 പ്രാവശ്യം മിസ്കാരേജ് സംഭവിച്ചതുകൊണ്ട് തന്നെ ഈ നോക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കണ്ടതുകൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞതാട്ടോ. എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് എന്തെങ്കിലും വാങ്ങാന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. എൻ്റെ ഭാഗ്യം നിങ്ങൾ കണ്ടില്ലേ. ഇത് 2 രീതിയിൽ പറയാം. എനിക്ക് വേണ്ടി ഒന്നെങ്കിലും ഉണ്ടല്ലോ എന്ന്, അല്ലെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാൻ ഒന്നുമില്ലല്ലോ എന്ന്. എന്തായാലും അധികം ചിന്തിക്കാനൊന്നും നിന്നില്ല, അത് ഞാൻ വാങ്ങിയിട്ടോ. കഴിക്കാനുള്ള ടൈമില്ലായിരുന്നു, അപ്പോഴേക്ക് നമ്മളെ പൂച്ച വന്നു. നല്ല അടിപൊളി പേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ പൂച്ചക്ക്. പക്ഷെ ഞാൻ കുട്ടപ്പായി നാട്ടോ വിളിക്കാൻ പോകുന്നത്. അങ്ങനെ അവർ തന്നെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ ആ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. കുട്ടപ്പായിക്ക് എന്നെക്കാൾ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പെറ്റ്സിനോട് ഭയങ്കര ഒരു താല്പര്യമുള്ള ആളൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ആ ഫീലിംഗ് എന്താണെന്നും എനിക്കിതുവരെ അറിയില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നുകയാണ്, നമ്മളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നമ്മളൊരു കുട്ടി പോലെയാണ് അവരൊക്കെ ഈ പെറ്റ്സിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ഇനി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും തല കറങ്ങി വീഴും. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. നമ്മൾ പഫ്സിനെ ഒന്നും കൂടി നീട്ടി വലിച്ച് കുറച്ചും കൂടി മീറ്റ് ആഡ് ചെയ്താൽ എന്താണ് അതിൻ്റെ ടേസ്റ്റ്, അതാണ് ഇതിൻ്റെയും ടേസ്റ്റ്. ഇവിടെ ഏകദേശം ഒരു 8 o'clock ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ടൈം. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷനിലെത്തി. അമ്മച്ചി എന്നോട് പൊയ്ക്കോളാനൊക്കെ പറഞ്ഞെങ്കിലും കുറച്ചധികം സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനും കൂടെ പോയി കേട്ടോ. നമ്മളെ കുട്ടപ്പായിക്ക് 15,000 SEK ആണ്. അമ്മച്ചി കുട്ടപ്പായിനെ അത്രയും അടിപൊളിയായി നോക്കും എന്ന് അറിയുന്നതുകൊണ്ടാണ് കേട്ടോ ആ കപ്പിള് അമ്മച്ചിക്ക് ഫ്രീ ആയിട്ട് കൊടുത്തത്. എന്തായാലും ഇവരായി ഇവരുടെ ലോകമായി, ഞാനിനി പോട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ. Like, share and subscribe.